നമസ്തേ. ഒരു സിനിമയെക്കുറിച്ച് പറയാനുണ്ട്. സെൻ, ദ ലൈഫ് ഓഫ് സെൻ മാസ്റ്റർ ഡോഗൻ എന്നാണ് അതിന്റെ പേര്. ഡോഗൻ എന്ന സെൻ ഗുരുവിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ കഥയാണത്. പെറ്റമ്മയുടെ ചിന്തയിൽ നിന്നുമാണ് ഡോഗന്റെ ആദ്യ ചുവടുകൾ. മുക്തമാനസത്തിന്റെ മഹാകാശം തേടിയിറങ്ങുന്ന ആ കൗമാരക്കാരന്റെ അലച്ചിലിന്റെ ആദ്യ നാളുകളിൽ അയാൾ ചൈനയിലെ ഒരു ബുദ്ധ സന്യാസ മഠത്തിലെത്തുന്നു. ഗുരുവിനെ തേടിയുള്ള ഡോഗന്റെ പ്രയാണത്തോട് മഠാധിപതിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: ഡോഗൻ, ഒരു ഗുരുവിനായുള്ള നിന്റെ കാംക്ഷയും പ്രയത്നവും ഞാൻ മാനിക്കുന്നു. എന്നാൽ ബുദ്ധമതം പഠിക്കുന്നതിന് ഒരു ഗുരുവിന്റെ ആവശ്യമില്ല. പിന്നെയോ നീ സ്വയം ഗ്രഹിക്കേണ്ടതാണ്. തുടർന്ന് പരിഹാസലാഞ്ചനയുള്ള ഒരു ചെറു ചിരിക്ക് ശേഷം അയാൾ വീണ്ടും പറഞ്ഞു, നൗ ഐ മസ്റ്റ് ഗോ ടു മീറ്റ് സം ഗവൺമെന്റ് ഒഫീഷ്യൽസ്. ദിസ് ഈസ് ഓൾസോ നെസസറി ടു പ്രൊട്ടക്ട് ദ ടെമ്പിൾ. ഡോഗന് തന്റെ തിരക്ക് പിടിച്ച മതജീവിതം മനസ്സിലായിട്ടുണ്ടാവും എന്ന അർത്ഥത്തിൽ അയാൾ പറഞ്ഞു നിർത്തി. ഡോഗൻ ഒരു മറുചോദ്യം കൊണ്ടാണ് അതിനെ എതിരിട്ടത്. പെർഹാപ്സ് that will help you to protect the temple, but who will help to protect Buddhism? ശരിക്കും മഠാധിപതിയെ വിഴുങ്ങിയ ഭീകര നിശബ്ദത ഇന്ന് നമ്മെയും ചൂഴ്ന്നു നിൽക്കുന്ന പോലെ. സാക്കീസിന്റെ ഭാഷയിൽ ദൈവസംരക്ഷകരും ദേവാലയ സംരക്ഷകരും പെരുകുകയാണ്. ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്ന NGC 6744 എന്ന പടുകൂറ്റൻ ഗാലക്സിയുടെയും ഉടയവനായ ദൈവത്തെ തീരെ വിശ്വാസമില്ലാത്ത വിധത്തിലാണ് നാം ഇങ്ങനെ സംരക്ഷണ സമിതികളുമായി മുന്നോട്ടു പോകുന്നത്. നിശ്ചയമായും ടെമ്പിൾ സൂക്ഷിക്കപ്പെടേണ്ടതാണ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം നഷ്ടമാവാതെ തന്നെ സൂക്ഷിക്കണം. എന്നാൽ ഈ തിരക്കിനിടയിൽ നാം മറന്നുപോകുന്ന മറ്റൊരു മന്ദിരമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്നൊക്കെ പൗലൂസ് അതിനെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ശരിക്കും സ്വജീവിതമാകുന്ന ഈ ടെമ്പിൾ ലൈഫിനെ കുറിച്ച് നമുക്കത്ര വലിയ ശ്രദ്ധയൊന്നുമില്ല സഖാവേ. അതിന്റെ പുറംമോടികളിലൊക്കെ ശ്രദ്ധയുണ്ട്. വസ്ത്രം, വാഹനം, വീട്, ചെരുപ്പ്, പെർഫ്യൂം, അങ്ങനെ അതിന്റെ എക്സ്റ്റീരിയേഴ്സ് എല്ലാം ഏറ്റവും മികച്ചതാക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അകത്തെത്ര മാലിന്യം കൂട്ടിവെച്ചാലും ഇത്തരം പുറം പകിട്ടുകൾ കൊണ്ട് നാം അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് മറയ്ക്കുന്നുമുണ്ട്. ഒരു കണക്കിന് കോടികൾ മുടക്കി ദേവാലയം പണിയുന്ന മാതിരി തന്നെയാണ്. അകത്ത് നടക്കേണ്ട പണികളാണല്ലോ പലപ്പോഴും മുടങ്ങുക. ഈ യാമനമസ്കാരങ്ങളൊക്കെ തന്നെ. ശരിക്കും ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമല്ലേ? ലാഭനഷ്ട കണക്കുകൾ കൊണ്ട് ദൈവമനുഷ്യ ബന്ധങ്ങളെ പൂരിപ്പിക്കുന്ന കച്ചവടശാലയും കള്ളന്മാരുടെ ഗുഹയുമായി തീരുന്നുണ്ടോ നാം? 3 ദിനം കൊണ്ടിത് പൊളിച്ചു പണിയാനാവും എന്നാണ് ക്രിസ്തു പറഞ്ഞത്. ശരീരമെന്ന ക്ഷേത്രത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് യോഹന്നാൻ സാക്ഷിക്കുന്നുമുണ്ട്. ഇതിന്റെ നിലപാടുകളാണ് സഖേ നാം മാറ്റിയെടുക്കേണ്ടത്. ശരിക്കും ഉള്ളിൽ ദൈവാത്മാവ് നിറഞ്ഞവരുടെ സംഗമസ്ഥാനമാണ് സഭ. കൃപ നിറഞ്ഞവൾക്കാണ് സമാധാനം. ദൈവം അവളോടുകൂടെയാണ്. റഷ്യൻ ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഷ്മെമാന്റെ ഒരു കാവ്യാത്മക വിവരണമുണ്ട്. ബെസന്റൈൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നവംബർ 21 ആചരിക്കുന്ന ദൈവമാതാവിന്റെ ദേവാലയ പ്രവേശന തിരുനാളുമായി ബന്ധപ്പെട്ടാണത്. അതിലിങ്ങനെ ഒരു പാട്ടുണ്ടത്രേ: The most pure temple of the Savior
is led into the temple of the Lord. ഈ തിരുനാൾ വിവരണം ഷ്മെമാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: When we celebrate her entrance into the temple, we celebrate man's divine meaning and the brightness of his high calling. സത്യമായും ആത്മശരീരങ്ങളെ തിരുമുൽക്കാഴ്ചയായി നൽകുന്നതിനെ മറന്നുള്ള നമ്മുടെ എല്ലാ വേഷം കെട്ടലുകളും സ്പോൺസർഷിപ്പുകളും അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ പുറംപണികളുടെ തിരക്കിനിടയിൽ നഷ്ടമാവുക ഒരുപക്ഷെ ക്രിസ്തുവിനെ തന്നെയാകും. ശരിക്കും ക്രിസ്തുവില്ലാതെ ഇങ്ങനെ എത്ര കാലം നാം ക്രിസ്ത്യാനിറ്റിയെ സംരക്ഷിക്കും സഖാവേ? ആദരവോടെ സഖേർ.